السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى كل صحابته أجمعين أما بعد. ബഹുമാനവും ആദരവും നിറഞ്ഞ അസ്സാബിഖൂൻ എന്ന മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ കരുത്തനും കർമ്മോത്സുകനുമായ അതിൻ്റെ ചെയർമാൻ, അതിൻ്റെ പ്രവർത്തകർ, ബഹുമാനപ്പെട്ട ഹുദൈബിയ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ബഹുമാനനായ റഹ്മത്തുള്ള ഉസ്താദ്, പ്രിൻസിപ്പൽ ബഹുമാനനായ താജുദ്ദീൻ ഉസ്താദ്, വേദിയിൽ ഉപവിഷ്ടരായ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, സഹോദരന്മാരെ, 1998 മഹാനായ തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഉസ്താദ് അവറുകൾ തറക്കല്ലിട്ട 1999 അതേ തഴവ ഉസ്താദ് തന്നെ ഉദ്ഘാടനം ചെയ്ത മഹത്തായ ഒരു കോളേജാണ് ഹുദൈബിയ അറബി കോളേജ്. ബഹുമാനനായ ഉസ്താദുൽ അസാത്തീദ് ചേലക്കുളം ഉസ്താദാണ് ദറസ് ഉദ്ഘാടനം നിർവഹിച്ചത്. 2001 ബഹുമാനപ്പെട്ട ഷെയ്ഖുന മൂസക്കുട്ടി ഹസ്രത്ത് അവറുകൾ ബനാത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അൽഹംദുലില്ലാഹ് 25 വർഷം പിന്നിടുമ്പോൾ ഹുദൈബിയയിൽ ഇപ്പോൾ വിവിധ മസ്ജിദുകളിലും അറബി കോളേജുകളിലുമായി 150 ആലിമീങ്ങളും 60 ഹാഫിദീങ്ങളും പ്രവർത്തന രംഗത്ത് സജീവമാണ്. ബഹുമാനപ്പെട്ട ഹുദൈബിയ മദ്രസത്തുൽ ബനാത്തിൽ ഇപ്പോൾ ഇതുവരെ 300ഓളം വരുന്ന ആലിമത്തുകളും 200ഓളം വരുന്ന ഹാഫിളത്തുകളും അവിടെ നിന്ന് പൂർത്തിയായി പോയിട്ടുണ്ടെങ്കിൽ, ബനാത്തിൽ നിന്നും ഈ വരുന്ന 20-ാം തീയതി 111 കുട്ടികൾക്ക് ബിരുദം നൽകുന്നു എന്നത് ഈ സന്ദർഭം ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം അറബി കോളേജിൽ 40 ആലിമീങ്ങൾക്കും 38 ഹാഫിളീങ്ങൾക്കും ബിരുദം നൽകുന്നു. ഏകദേശം ബനാത്ത് മദ്രസയിൽ 3200ഓളം വരുന്ന കുട്ടികൾ ആകെ ഈ കാലയളവിൽ പഠനം നടത്തിയിട്ടുണ്ട്. 1000ഓളം കുട്ടികൾ ഹുദൈബിയ അറബി കോളേജിലും പഠനം നടത്തിയിട്ടുണ്ട്. ഇതുവരെയും ഭൗതിക ആത്മീയ വിദ്യാഭ്യാസം സമന്വയിപ്പിച്ചിട്ടുള്ള പരിപാടിയാണ് ഹുദൈബിയയിൽ നടന്നു വരുന്നതെങ്കിൽ, ഇൻഷാ അല്ലാഹ് അടുത്ത അധ്യയന വർഷം മുതൽ തൊഴിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസത്തിന് കരിക്കുലം തയ്യാറാക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഹുദൈബിയയുടെ അറബി കോളേജിൻ്റെ 25ാമത് സിൽവർ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പരിപാടികളിൽ 25 സ്ഥലങ്ങളിൽ വെച്ച് പരിപാടികൾ നടത്താൻ സ്വാഗത സംഘം തീരുമാനിച്ചതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന ഒരു മഹത്തായ പരിപാടിയാണ് അസ്സാബിഖൂൻ എന്ന മഹാനായ ഷെയ്ഖുന എന്ന ഉസ്താദ് അവറുകളുടെ ശിഷ്യഗണങ്ങളുടെ 10 വർഷത്തെ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ അസ്സാബിഖൂൻ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കൂടിയിട്ടുള്ള മുഴുവൻ സഹോദരന്മാരും സഹോദരിമാരും 16, 17, 18, 19, 20 തീയതികളിൽ ഹുദൈബിയ അറബി കോളേജിൽ നടക്കുന്ന സന്നദ്ധാന മഹാസമ്മേളനത്തിലും അതുമായി ബന്ധപ്പെട്ട സമ്മേളനങ്ങളിലും എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, മഹാനായ ഷെയ്ഖുന പടുത്തുയർത്തിയ ഈ മഹത്തായ പ്രസ്ഥാനം, അതിൻ്റെ ട്രസ്റ്റ് 13 അംഗങ്ങൾക്ക് പുറമെ 240 ജനറൽ ബോഡി മെമ്പർമാർ, ഈ 13 എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘത്തിൻ്റെ പരിശ്രമ ഫലമായിട്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹ് 6 ഉസ്താദുമാരും 3 ഹാഫിളീങ്ങളും തുടർന്ന് അത്യാവശ്യം വേണ്ടുന്ന പ്രവർത്തകരുൾപ്പെടെയുള്ള ഒരു നല്ല കൂട്ടായ്മയാണ് അവിടെ വേണ്ടുന്ന നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഉസ്താദുമാരും പ്രവർത്തകരും. അൽഹംദുലില്ലാഹ് വളരെ മാതൃകാപരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹുദൈബിയയും അതുപോലെ മദ്രസത്തുൽ ബനാത്തും അൽഹംദുലില്ലാഹ് നമ്മുടെ തെക്കൻ കേരളത്തിൽ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്നു എന്നത് ഈ സന്ദർഭം വളരെ സന്തോഷത്തോടുകൂടി അറിയിക്കുകയാണ്. മഹാനായ ഷെയ്ഖുന എന്ന ഉസ്താദ് അവരുടെ വഫാത്തിന് ശേഷം ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്
ബഹുമാന്യനായ പുലിപ്പാറ റഹ്മത്തുള്ള മൗലവി ഉസ്താദ് അവറുകളാണ്. ബഹുമാന്യനായ മുതയിൽ യു താജുദ്ദീൻ മൗലവി ഉസ്താദ് അവറുകൾ അന്ന് മുതൽ ഇതിൻ്റെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചു വരുന്നു. സിദ്ദീഖ് മൗലവിയും നാഷിദ് മൗലവിയും അതുപോലെ മറ്റ് ഹാഫിദീങ്ങളും ഇതിൻ്റെ നല്ല പ്രവർത്തനത്തിന് വേണ്ടി അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ. ഇവിടെ അസ്സാബിഖൂൻ്റെ പ്രവർത്തകർ, ഹുദൈബീസിൻ്റെ പ്രവർത്തകർ, അതുപോലെ ഉസ്താദുമാരുടെ മറ്റ് പല ശിഷ്യന്മാരുടെയും ശിഷ്യന്മാർ അവരെല്ലാം ഹുദൈബിയയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെടുന്നു, പ്രവർത്തിക്കുന്നു എന്നത് അൽഹംദുലില്ലാ വളരെ സന്തോഷത്തോടെ സ്മരിക്കുന്നു. ഇവിടെ അസ്സാബിഖൂൻ നടത്തിയ വിശുദ്ധ ഖുർആൻ്റെ ഈ പ്രവർത്തനം, ഇവിടെ ആദ്യമായി കുട്ടികൾക്ക് സമ്മാനം നൽകിയ ഒരാളാണെന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് കേവലം ഖുർആൻ്റെ ഒരു വിരുന്ന് അല്ലെങ്കിൽ ഒരു മത്സര പരിപാടി നടത്തിയെന്നതല്ല. വിശുദ്ധ ഖുർആൻ മാറോടണച്ചു പിടിച്ച് എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരവസ്ഥ ഇതിലൂടെ നമുക്കുണ്ടാകണം. ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ പേർക്കുമുണ്ടാകണം, ഈ മജ്ലിസിലുള്ള മുഴുവൻ പേർക്കുമുണ്ടാകണം. അള്ളാഹു ഇതിന് തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിരമിക്കുന്നു. അസ്സലാം.